This channel does not promote or encourage any illegal activities. All contents provided by this channel is meant for educational purpose only. Hi friends, Achus Tech Worldലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹീറ്റിംഗ് അതാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ടോപ്പിക്. മൊബൈൽ ഹീറ്റിംഗ്, പിന്നെ നമ്മുടെ ലിക്വിഡ് കൂളിങ്ങും ഇതേമാതിരി നിരവധി ടെക്നോളജികളൊക്കെ കിട്ടും. നമ്മുടെ ഫോണിന് ഹീറ്റിംഗ് നിൽക്കേണ്ട യാതൊരു വഴിയും കാണുന്നില്ല. അപ്പോൾ നമുക്ക് മൊബൈൽ ഹീറ്റിംഗ് തടയാനുള്ള കുറച്ച് ടിപ്സ് ഈ വീഡിയോയിലേക്ക് പഠിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മുടെ മൊബൈലിൻ്റെ ഹീറ്റിംഗ് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. അത് നമ്മുടെ ബാറ്ററിയിൽ നിന്ന് ഇലക്ട്രിക് ചാർജ് ഫോണിൻ്റെ കമ്പോണൻസിലൂടെ പാസ് ചെയ്യുമ്പോൾ വരുന്ന ഒരു എഫക്റ്റാണ് ഹീറ്റിംഗ് എഫക്റ്റ്. അത് കാരണമാണ് നമ്മുടെ ഫോൺ ഹീറ്റ് ആവുന്നത്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുമ്പോൾ ഇതൊരു 40 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ വരാറുണ്ട്. അതൊക്കെ നോർമലാണ്. 40 ഡിഗ്രിയൊക്കെ വരാന്നാൽ നോർമലാണ്. അതിന് കൂടിയാലാണ് നമ്മൾ ഓവർ ഹീറ്റിംഗ് എന്ന് പറയുക. ഗെയിം കളിക്കുമ്പോൾ 43, 44 ഒക്കെ നോർമൽ തന്നെയാണ്. അതിൽ കൂടുതൽ വന്നാൽ ഓവർ ഹീറ്റിംഗ് ആണ്. ഈ രണ്ട് ഓവർ ഹീറ്റിങ്ങും നമ്മുടെ മൊബൈലിൻ്റെ കമ്പോണൻസിനെ നശിപ്പിക്കും. ഹീറ്റിംഗ് കൂടുതലായി കഴിഞ്ഞാൽ മൊബൈലിൻ്റെ സോൾഡറിങ് എല്ലാം ഇളകും. അതെല്ലാം നമ്മുടെ മൊബൈലിന് പ്രശ്നം ഉണ്ടാക്കും. പിന്നെ നമ്മുടെ ഫോൺ കേടുവരികയും ചെയ്യും. നമുക്ക് എങ്ങനെ ഈ സോഫ്റ്റ്വെയർ പരമായിട്ടും ഹാർഡ്വെയർ പരമായിട്ടും ഈ ഹീറ്റിംഗ് ഉണ്ടാകുന്നത് ഒഴിവാക്കാം എന്ന് പഠിക്കാം. ആദ്യത്തെ പറയാൻ പോകുന്നത് ഹീറ്റിംഗ്, സോഫ്റ്റ്വെയറിൻ്റെ ഹീറ്റിംഗ്. എല്ലാ ചാനലിലും നിങ്ങൾ എവിടെ പോയി നോക്കിയാലും ആദ്യം പറയുക എല്ലാം അപ്ഡേറ്റ് ചെയ്യുക എന്നാണ്. അത് തന്നെയാണ് ഞാനും പറയുന്നത്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. സിസ്റ്റം സോഫ്റ്റ്വെയർ, അതായത് OS ആൻഡ്രോയിഡ് വേർഷൻ അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. സെക്യൂരിറ്റി അപ്ഡേറ്റ് വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. ബഗ് അപ്ഡേറ്റ് വരുമ്പോൾ അതും അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. എല്ലാ അപ്ഡേറ്റും അപ് ടു ഡേറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കുക. രണ്ടാമത്തത് ഫോണിലെ ആപ്സ് നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അപ്ഡേറ്റ് വരുന്നു. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അപ്ഡേറ്റ് ഉറപ്പായും ആപ്സിൻ്റെ വരും. അതും ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ഇല്ലെങ്കിൽ ആ ആപ്പിൽ ഉണ്ടാകുന്ന ബഗ്ഗുകൾ കാരണം നമ്മുടെ ഫോൺ ഹീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ആപ്പിന് ബഗ് അപ്ഡേറ്റ് വരും. അപ്പോൾ നമ്മളത് ഉറപ്പായും ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. രണ്ടാമത്തെ ഒരു ടിപ്പ്, നമ്മുടെ ഫോൺ പെട്ടെന്ന് ഒരു ദിവസം, ഇത്ര ദിവസം ഒരു കുഴപ്പമില്ല, പെട്ടെന്നൊരു ദിവസം നമ്മളത് ഹീറ്റായി ശ്രദ്ധിക്കപ്പെടുന്നു. അതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല, നമ്മൾ ഈ ഇടയ്ക്ക് തലേ ദിവസമോ അതിന് മുമ്പത്തെ ദിവസമോ ഇൻസ്റ്റാൾ ചെയ്ത ഏതോ ഒരു ആപ്പാണ് അതിന് പ്രശ്നക്കാരൻ. ആ ആപ്പിനെ കണ്ടുപിടിക്കുക, ഡിലീറ്റ് ചെയ്യുക. കണ്ടുപിടിക്കാൻ വേറെ പ്രശ്നമൊന്നും, നമ്മൾ ഒരു ദിവസം ഒരു 10 ആപ്പൊന്നും ഇൻസ്റ്റാൾ ചെയ്യില്ലല്ലോ. അപ്പോൾ നമ്മൾ 3-4 ദിവസം ഈ ഇടയ്ക്ക് അടുത്ത കാലത്ത് ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകൾ പരിശോധിക്കുക. അതിൻ്റെ ഗൂഗിളിൽ പോയിട്ട് അതിൻ്റെ വല്ല റിവ്യൂ ഉണ്ടോ, വല്ല ഹീറ്റിംഗ് പ്രശ്നം ഉണ്ടോ എന്ന് നോക്കുക. ആ ആപ്പ് അതിൻ്റെ പ്രശ്നക്കാരൻ നമുക്ക് കണ്ടുപിടിച്ചാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. മൂന്നാമത്തത്, പലരുടെയും ഫോൺ ഞാൻ നോക്കിയിട്ടുണ്ട്. അതെല്ലാം ഒരു ലോഡ് കണക്കിന് ആപ്പുകൾ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ടാവും. എന്തിനാണ് ഇങ്ങനെ ഇത്ര ആപ്പുകൾ? നമുക്ക് ഉപയോഗിക്കുന്ന ആപ്പുകൾ മാത്രം മതി നമുക്ക്. പിന്നെ ചിലർ ചോദിക്കും, എൻ്റെ ഫോണിൽ 128 GB സ്റ്റോറേജ് ഉണ്ട്, 6 GB റാം ഉണ്ട്, പിന്നെ ഇത്രയും ആപ്പ് കുത്തി നിറക്കി വെച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ഫോൺ അത് താങ്ങും. പക്ഷേ ഈ ആപ്പുകളെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണായി കഴിഞ്ഞാൽ ഈ ആപ്പുകളൊക്കെ റണ്ണാവാൻ നമുക്ക് OSന് ബാറ്ററി വേണം. ആ ബാറ്ററിക്ക് അത്രയും ചാർജ് പുറപ്പെടുവിക്കുമ്പോൾ അവിടെ ഹീറ്റ് ഉണ്ടാവും. നമ്മൾ ഈ ഫോണിന് താങ്ങോ ഇല്ലയോ എന്നല്ല നോക്കുക. നമ്മൾ ഈ വീഡിയോയിൽ ഹീറ്റിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അത്രയും ആപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണാകുമ്പോൾ ഹീറ്റിംഗ് ഉണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് വേണമെങ്കിൽ വെച്ചോളൂ, അതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് റണ്ണിങ് ഫ്രീസ് ചെയ്തിടുക. അതിന് ഗ്രീനിഫൈ പറഞ്ഞൊരു ആപ്പ് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ആവശ്യമില്ലാത്ത ആപ്പൊക്കെ ഫ്രീസ് ചെയ്ത് വയ്ക്കുക ആപ്പും കൊണ്ട്, ഗ്രീനിഫൈയും കൊണ്ട്. അടുത്തത്, നമ്മുടെ വാട്സപ്പിലും ഫേസ്ബുക്കിലെല്ലാം ദിവസേന നോട്ടിഫിക്കേഷൻ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ഈ ആപ്പുകൾ ബാക്ക്ഗ്രൗണ്ടിൽ ഓടിയേ മതിയാവും, എന്നാൽ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഈ ബാക്ക്ഗ്രൗണ്ട് റണ്ണിങ്ങിന് ബാറ്ററി എക്സ്പെൻഡിച്ചർ ഉണ്ട്. അത് കാരണം അവിടെയും ഹീറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ആപ്പുകളുടെ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്തിടുക. ഇപ്പോൾ ഈ നമ്മുടെ ഫ്ലിപ്കാർട്ട് വെറുതെ ആവശ്യമില്ലാണ്ട് സെയിൽ അത് ഇത് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വരും. അത് നമുക്ക് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ആപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആവുന്നുണ്ട്, അവിടെ ഹീറ്റിംഗ് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്തിട്ടാൽ അത് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആവില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ആപ്പുകളുടെ മാത്രം നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ട് ബാക്കി എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്തിടുക. ഈ 4 കാര്യങ്ങളാണ് നമുക്ക് സോഫ്റ്റ്വെയർ പരമായി ഹീറ്റിംഗ് തടയാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ.
ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയർ കാര്യങ്ങളെല്ലാം റെഡിയായി. അവസാനം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം ഫോണിൻ്റെ ക്യാഷ് ക്ലീൻ മാസ്റ്റർ പോലുള്ള ആപ്പുകൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് ഫോൺ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോഫ്റ്റ്വെയർ പരമായി എല്ലാ കാര്യങ്ങളും ഒഴിവായി. അടുത്തത് ഹാർഡ്വെയർ. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ഫോണിൻ്റെ കമ്പോണൻസ് തന്നെയാണ്. ആദ്യം തന്നെ പറയുന്നത് ബാറ്ററി. ഇപ്പോഴൊക്കെ സീൽഡ് ബാറ്ററിയാണ് വരുന്നത് എന്ന് പറയുന്നവരുണ്ട്. എന്നാലും യൂസർ റീപ്ലേസബിൾ ആയിട്ടുള്ള ബാറ്ററി ഉള്ള ഫോണുകൾ ഉപയോഗിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ടിപ്പ്. ഒറിജിനൽ ബാറ്ററി മാത്രം വാങ്ങിയിടുക. ബാറ്ററി ബൾജാവും നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഫോൺ തുറക്കുമ്പോൾ. അപ്പോൾ നമ്മൾ വേറെ ബാറ്ററി വാങ്ങിച്ചിടും, പക്ഷേ വേറെ റീപ്ലേസ് ചെയ്യുമ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള ബാറ്ററി മാത്രം വാങ്ങിച്ചിടുക. കാരണം ആ ബാറ്ററികൾക്ക് ആ ഫോണിൽ വർക്ക് ചെയ്യാനുള്ള ഒപ്റ്റിമൈസേഷൻ കിട്ടിയിട്ടുള്ളൂ. ബാക്കി ബാറ്ററികളെല്ലാം നമ്മുടെ ഫോണിന് ഹീറ്റിംഗ് ഉണ്ടാക്കുന്ന ഒരു ആവശ്യമില്ലാത്ത ബാറ്ററികളാണ്. മൂന്നാമത്തത് ചാർജർ. നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ല ക്വാളിറ്റിയിലുള്ള ചാർജർ മാത്രം ഉപയോഗിക്കുക. വേറെ ചാർജർ വാങ്ങുമ്പോൾ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയുള്ള ചാർജർ മാത്രം വാങ്ങാൻ ശ്രദ്ധിക്കുക. എന്ന് വെച്ച് കമ്പനിയുടെ ചാർജർ മാത്രം വാങ്ങണമെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല, അങ്ങനെ ആരും പറയരുത്. നമുക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും വാങ്ങാം, പക്ഷേ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയുള്ള ചാർജർ മാത്രം വാങ്ങുക. മൂന്നാമത്തെ ഹാർഡ്വെയർ ആയിട്ടുള്ള കാര്യമാണ് കേസ് ഉപയോഗിക്കാണ്ടിരിക്കണമെന്ന് പറയുന്നില്ല. കാരണം നമ്മൾ കേസിലാണ്ട് ചോട്ടിൽ വീണ് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെയൊക്കെ ബാക്ക് ഗ്ലാസ് ആണെങ്കിലൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട്. കേസ് ഉപയോഗിക്കാണ്ടിരിക്കാൻ പറയുന്നില്ല. നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയുള്ള കേസ് ഉപയോഗിക്കുക. അല്ലാണ്ട് നമ്മളെ ഈ ലോക്കൽ ക്വാളിറ്റിയിൽ കിട്ടുന്ന എല്ലാം മൂടിക്കെട്ടിയിട്ടുള്ള ഒരു കേസൊക്കെ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഹീറ്റിംഗ് ഉണ്ടാവും. അതിന് ഏറ്റവും വലിയ കാരണമാണ് നമ്മുടെ ഫോണിൻ്റെ ഈ ഗ്യാപ്പുകൾ. നമ്മുടെ ഫോണിന് ചുറ്റുമുള്ള ഈ ഗ്യാപ്പുകൾ ഉണ്ടല്ലോ, ആ ഗ്യാപ്പുകളിലൂടെയാണ് നമ്മുടെ ഈ കമ്പോണൻസിൻ്റെയൊക്കെ ഹീറ്റ് വെളിയിൽ വരിക. നമ്മൾ ഇതെല്ലാം കേസിട്ട് അടച്ചു കഴിഞ്ഞാൽ ആ ഹീറ്റിന് പോകാൻ വേറെ സ്ഥലമില്ല, പിന്നെയും ഹീറ്റ് ഉണ്ടാവും. അങ്ങനെ കുറേ തവണ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള ഹീറ്റിംഗ് ആയി മാറും. അങ്ങനെയാണ് നമ്മൾ ക്വാളിറ്റിയുള്ള ചെറിയ ഗ്യാപ്പൊക്കെ ഉള്ള കേസ് വാങ്ങിച്ചിട്ട് അതിൽ കൂടെ ഹീറ്റ് പൊക്കോളും. അപ്പോൾ നമുക്ക് ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടാവില്ല. അടുത്തതാണ് നമ്മുടെ ഫാസ്റ്റ് ചാർജിലിട്ടുകൊണ്ട് മൊബൈൽ ഉപയോഗിക്കരുത് എന്നെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട്. കാരണം അത് ഹീറ്റ് ഉണ്ടാക്കും. കാരണം നമ്മുടെ ഫോണിൽ ബാറ്ററിയിലേക്ക് ഇലക്ട്രിസിറ്റി കൊടുക്കുകയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അഡാപ്റ്ററിന് ചാർജർ നേരെ ബാറ്ററിയിലെത്തുന്നു. അപ്പോൾ അവിടെ ചെറിയ ഹീറ്റിംഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഹീറ്റിങ്ങിലൂടെ നമ്മൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ ഈ പ്രോസസ്സർ, നെറ്റ്വർക്ക്, അഡാപ്റ്റർ ഇവരെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ്, ഈ രണ്ട് ഹീറ്റും കൂടി ചേരുമ്പോൾ നമുക്ക് അത് ഭയങ്കര വലിയൊരു ഹീറ്റിംഗ് ആയി മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് പറയുന്നത്. പക്ഷേ ഇത് ഫാസ്റ്റ് ചാർജറിൽ മാത്രമേ ഇത്രയധികം ഹീറ്റ് ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള ചാർജിങ് കുഴപ്പമില്ല. പക്ഷേ ഈ VOOC ടെക്നോളജി, പിന്നെ ഡാഷ് ചാർജിങ് ടെക്നോളജി, ഇവയെല്ലാം ആംബിയർ കൂട്ടിയിട്ടാണ്. നേരെ മറിച്ച് ഫാസ്റ്റ് ചാർജറിൽ പോയി കഴിഞ്ഞാൽ അവിടെ വോൾട്ടേജ് കൂട്ടിയിട്ടാണ് ചാർജ് സ്പീഡാക്കുന്നത്. നമ്മുടെ VOC ടെക്നോളജിയിൽ നമ്മൾ ആംബിയർ കൂടിയിട്ടാണ് ചാർജിങ് സ്പീഡ് കൂട്ടുന്നത്. അവിടെ ഹീറ്റ് അത്രയ്ക്ക് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മുടെ കമ്പനികളെല്ലാം സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹാർഡ്വെയർ പരമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ചിലർ ചോദിക്കും, ചിലരുടെ കമൻസ് കാണാൻ പറ്റും, ഞാനിതെല്ലാം ചെയ്തു, എൻ്റെ ചാർജർ എല്ലാം റെഡിയാക്കി, എൻ്റെ ഹീറ്റിങ് കുറയുന്നില്ല, പഴയ പോലെ തന്നെ ഉണ്ട്. അത് നിങ്ങളുടെ ഫോണിൽ വല്ല വൈറസോ വല്ല ഫയൽസോ എല്ലാം ആയിരിക്കും. അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ് ഫോൺ റീസെറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ കോണ്ടാക്ട്സൊക്കെ എടുത്തു വെച്ച ശേഷം നിങ്ങളുടെ ഫോൺ കംപ്ലീറ്റ് ആയിട്ട് റീസെറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ റീസെറ്റ് ചെയ്ത ശേഷം ഉപയോഗിക്കുമ്പോൾ ഹീറ്റ് വരുന്നുണ്ട്. പിന്നെ ഈ സംഗതി നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കേസേ അല്ല, നേരെ ഫോൺ എടുത്ത് സർവീസ് സെൻറ്ററിലേക്ക് വിട്ടോളൂ. സർവീസ് സെൻറ്ററുകാർക്ക് അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അവർക്കും ഹീറ്റിങ് വേറെ കുഴപ്പമൊന്നും കാണുന്നില്ലെങ്കിൽ ആ ഫോണിൻ്റെ ലൈഫ് ആയി, ആ ഫോൺ മാറ്റിക്കോളൂ. അത്രയേ ഉള്ളൂ. പുതിയ ഫോണിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ റെഡിയാവും. അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ റെഡിയാക്കാൻ സാധിക്കും. അപ്പോൾ എന്നിട്ടും നമുക്ക് മാറുന്നില്ലെങ്കിൽ നമ്മൾ നേരെ പോവുക, ഫോൺ മാറ്റുക. അതേ ഉള്ളൂ ലാസ്റ്റ് വഴി. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഹീറ്റിംഗ് നേരാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ സർവീസ് സെൻറ്ററിൽ പോവുക. അപ്പോൾ സർവീസ് സെൻറ്ററിൽ പോയിട്ട് അവർക്ക് നേരാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കണം അവരെ കൊണ്ട്, എന്താണ് ഈ ഫോൺ ഹീറ്റ് ആവാൻ കാരണം ഉണ്ടായിരുന്നതെന്നും കൂടെ ചോദിക്കണം. കാരണം നമുക്ക് അടുത്ത പ്രാവശ്യം ഹീറ്റ് ആവുമെങ്കിൽ ഈ ടിപ്പും കൂടെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ
ചുവട്ടിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ടാപ്പ് ചെയ്ത ശേഷം അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ടാപ്പ് ചെയ്യുക. അതിലൂടെ എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചുവട്ടിലെ ഷെയർ ബട്ടൺ കൊടുത്ത് നമ്മുടെ വാട്സപ്പിലൂടെ എല്ലാ കുട്ടികൾക്കും മാക്സിമം ഷെയർ ചെയ്ത് വിടുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നാളെ കാണാം. ഗുഡ് ബൈ.